ിരിക്കുന്നേ ഞങ്ങളുടെ ദുബൈ ഹെൽത്തിലെ സ്റ്റാഫിനും ഫാമിലിക്കും വേണ്ടിയിട്ട് IMG വേൾഡിലേക്ക് പോകാനുള്ള ഒരു ഫ്രീ എൻട്രി ടിക്കറ്റ് കിട്ടി കേട്ടോ. ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വിടുമോ? അപ്പം തന്നെ രജിസ്റ്റർ ചെയ്തെന്നേ. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെ IMG വേൾഡിൽ പോയി. നമ്മൾ അല്ലാതെ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ സീസണൊക്കെ ആണെങ്കിൽ ഏകദേശം 300 dirhams ഒക്കെ ആകും. പെർ ടിക്കറ്റ് 300 dirhams എടുത്ത് 5 പേർക്കും കൂടെ പോകാൻ പറ്റുമോ? എൻ്റെ ലൈഫിൽ ഞാൻ പോകത്തില്ല. ഇങ്ങനെ ഒരു ഫ്രീ കിട്ടുമ്പോൾ നമ്മളത് വെറുതെ കളയണ്ടായല്ലോ. അങ്ങനെ ഞങ്ങളവിടെ പോയെന്നേ. അഡ്വഞ്ചർ ട്രിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ പ്രായത്തെ മറന്ന് ഞാൻ എല്ലാ റൈഡിലും കയറിയെന്നേ. എനിക്ക് ശരിക്കും മോട്ടിവേഷൻ ഉണ്ടാക്കിയത് കുഞ്ഞുങ്ങളാണ് കേട്ടോ. അവർക്കൊരു പേടിയുമില്ല, ഒന്നുമില്ല. അവരെ ഓരോ റൈഡിലും എന്തോ എക്സൈറ്റഡ് ആയിട്ടാണ് കയറുന്നതെന്നറിയാമോ? ചെറിയ പിള്ളേർ വരെയെന്നേ. അവരുടെ ആവേശം കണ്ടപ്പോൾ നമ്മൾ ഓർത്തു അങ്ങനെ അങ്ങ് മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഈ വയസ്സാം കാലത്ത് ഞാനും എല്ലാ തലകുത്തി മറിയുന്ന റൈഡിലും കയറിയെന്നേ. ഓരോ റൈഡ് കാണുമ്പോഴും നെഞ്ചിടിച്ചോണ്ടാണ് നിൽക്കുന്നത്. ദൈവമേ, ഇതെനിക്ക് പറ്റുമോ എന്ന്. കാരണം മേളിലോട്ട് കയറിയിട്ടുണ്ടല്ലോ 900 ഡിഗ്രി താഴോട്ട് ഒറ്റയിടൽ, പിന്നെ വട്ടം കറങ്ങുമോ. എല്ലാ റൈഡുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടുത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് റൈഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇന്ന് നോക്കിയേ, വട്ടം കറങ്ങി തല കുത്തി മറിയുന്ന റൈഡ് കണ്ടോ? ഇതൊരു 57 സെക്കൻഡോളം ഉണ്ട് ഈ റൈഡ് കേട്ടോ. ഞാൻ ഈ റൈഡ് വരെ കയറിയെന്ന് ഈ വയസ്സാം കാലത്ത്. ഞാൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ണടച്ചിരുന്ന വലിയ പ്രശ്നമില്ലെന്ന്. കയറിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ ദൈവമേ, തലകുത്തി മറിഞ്ഞ് ഒരു 57 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജീവനോടെ തിരിച്ചു വന്നെന്ന് കേട്ടോ. ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നുണ്ടല്ലോ ഹോണ്ടഡ് ടൗൺ എന്ന് പറഞ്ഞു ഒരു തീമിൽ അവർ ചെയ്തിരിക്കുമോ. എന്തുവാ പ്രേതാലയം എന്നേ. കയറി 15 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. കയറുമ്പോഴത്തേന് കുറേ ഇരുട്ട് റൂമുകളും മുന്നിലോട്ട് കത്തിയുമായിട്ട് വരുന്ന കുറേ പ്രേതങ്ങളും. എൻ്റെ ദൈവമേ, അവിടുന്ന് ഹാർട്ട് വെളി വന്നാണ് വെളിയിലോട്ട് ഇറങ്ങുന്നത്. ഈ റൈഡ് കണ്ടോ, ഇതുവരെ ഞാൻ വലിഞ്ഞു കയറിയെന്ന് തലകുത്തി നിൽക്കുന്ന റൈഡാ. ഇതിലും കയറി. ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ശരിക്കും. കുഞ്ഞുങ്ങൾ എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഓരോ റൈഡിൽ ചെല്ലുമ്പോഴും ഓരോ എക്സൈറ്റ്മെൻറ്റും 3G 12G അങ്ങനെ ഓരോ തീമിലാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. സ്പൈഡർമാൻ, തോറ്, ഈ കുഞ്ഞുങ്ങളുടെ കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ടാണ് തീം ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അവരോടൊപ്പം ഞാൻ അതിലധികം എൻജോയ് ചെയ്തു കേട്ടോ. വയസ്സും പ്രായമാണെങ്കിലും നമുക്കും ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇല്ലേ, അത് തന്നെയെന്നേ. പിന്നുണ്ടല്ലോ തിരിച്ച് വന്നപ്പോഴത്തേന് ഞങ്ങൾക്കൊക്കെ ശരീരം വേദന, പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ഒരു അടോളൊക്കെ എടുത്തിട്ട് കിടന്നപ്പോൾ രാവിലെ ചെറിയ കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഉദ്ദേശിച്ച അത്രയും വലിയ പ്രശ്നമില്ലാതെ അങ്ങനെയൊക്കെ അങ്ങ് പോയെന്നേ. പിന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഭയങ്കരം. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചെടി എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ട്സ് എല്ലാം കൂടെ അല്ലേ പോയേ, ഇഷ്ടപ്പെട്ടോ? എടി നിനക്ക് എത്തുവേന ഉണ്ടോടി? ഒരുത്തി പറയുന്നത് എൻ്റെ ദൈവമേ എൻ്റെ തല കറങ്ങിയടി.